കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവതരിപ്പിച്ച മൈം ഷോ തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ അധ്യാപകരെ സംരക്ഷിച്ച് DDEയുടെ റിപ്പോർട്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവതരിപ്പിച്ച മൈം ഷോ തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ അധ്യാപകരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് DDEയുടെ റിപ്പോർട്ട് പ്രകടമാക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നമുണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുണിമ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായ സംഭവം നടക്കുന്നത്. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിനിടെ പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ദുരിതം പ്രമേയമാക്കി അവതരിപ്പിച്ച മൈം ഷോ തടസ്സപ്പെടുത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. DDEയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുള്ളത്. കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമായതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്തായാലും ഈ വെള്ളിയാഴ്ച നടന്ന കലോത്സവത്തിൽ ഈ മൈം ഷോ തടഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ജില്ലാ കളക്ടറും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മേധാവിയോടും വിദ്യാഭ്യാസ ഉപ ഡയറക്ടറോടും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ പ്രാഥമിക റിപ്പോർട്ടിൽ അധ്യാപകനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്, അധ്യാപകന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അധ്യാപകൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മൈം നടന്നതിന് ശേഷം ഇവിടെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഈ പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി ഈ രംഗങ്ങളൊക്കെ ശാന്തമാക്കുകയായിരുന്നു. തുടർന്ന് പിറ്റേ ദിവസവും സ്കൂളിൽ കലോത്സവം തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് അധ്യാപകർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കലോത്സവം നിർത്തിവെച്ചതായി അധ്യാപകർ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ഇത് തടഞ്ഞത് ശരിയായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ ഈ അധ്യാപകന് അനുകൂലമായാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. പക്ഷേ ചില വീഴ്ചകൾ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് വന്നതായും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ജാഗ്രത കുറവുണ്ടായി എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും പ്രാഥമികമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കലോത്സവ നടത്തിപ്പിന്റെ സുഗമമായ നടത്തിപ്പിൽ വിഖ്യാതമുണ്ടായതുകൊണ്ടാണ് ഈ കലോത്സവം നിർത്തിവെച്ചതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഈ എന്തുകൊണ്ടാണ് ഈ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ഈ മൈം തടഞ്ഞതെന്നുള്ളൊരു കാര്യത്തിൽ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ അധ്യാപകൻ സൂചിപ്പിക്കുന്ന അനുസരിച്ച് ഇത്തരത്തിൽ ഈ പ്ലക്കാർഡുകളും പതാകകളും ഉയർത്തിയതാണ്. മാത്രവുമല്ല ഒരു പറ്റം വിദ്യാർത്ഥികൾ പുറകിൽ നിന്നും വലിയ രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് ഇത്തരത്തിൽ ഈ കർട്ടൻ ഇടിയിക്കാൻ കാരണമായതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കാര്യങ്ങളെല്ലാം വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഈ അധ്യാപകനെ സംരക്ഷിച്ചുകൊണ്ട് BJP രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ അധ്യാപകനെതിരെ ഭീഷണിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതിനെതിരെ രാഷ്ട്രീയപരമായി തന്നെ ചെറുത്തുനിൽപ്പുണ്ടാകുമെന്നാണ് ഇന്ന് രാവിലെ കാസർഗോഡ് ജില്ലയിൽ സന്ദർശനം നടത്തിയ ശോഭാ സുരേന്ദ്രൻ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിലേക്കും വഴിവെക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ഇത്തരത്തിൽ കലോത്സവം പുനരാരംഭിക്കുകയും ഈ മൈം വീണ്ടും ഇവിടെ തന്നെ അവതരിപ്പിക്കപ്പെടും എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പലസ്തീനിലെ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ മൈം വീണ്ടും അവതരിപ്പിക്കും എന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ അടക്കം പറയുന്നത്. എന്തായാലും നാളെ ഇത്തരത്തിൽ കലോത്സവം വീണ്ടും പുനരാരംഭിക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്നത്. സംഘർഷ സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിനെയൊക്കെ സ്കൂളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വിഷയം ഇതിനോടകം തന്നെ SFI പ്രവർത്തകർ ഏറ്റെടുക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സ്കൂളിലേക്ക് എത്തുകയും PTA യോഗങ്ങളടക്കം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അരുണിമ. ജോസഫ്, അധ്യാപകരെ സംരക്ഷിച്ചുള്ള ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായോ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. കുട്ടികളോടുള്ള ഐക്യദാർഢ്യമാണ് ഇത്തരത്തിൽ ഞങ്ങൾ ഈ മൈമിലൂടെ പ്രകടിപ്പിച്ചതെന്നാണ് അവർ പ്രാഥമികമായും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പഹൽഗാമിലെ സംഭവങ്ങളടക്കം
മുൻപ് അവതരിപ്പിച്ച മൈമുകളിൽ പ്രമേയമായി വന്നിട്ടുണ്ട് എന്ന കാര്യവും അവർ പ്രധാനമായും സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ അധ്യാപകൻ ഇത്തരത്തിൽ മൈം തടസ്സപ്പെടുത്തിയതെന്നാണ് ഈ കുട്ടികൾ ആരോപിക്കുന്നത്. എന്തായാലും തങ്ങളുടെ സർഗസൃഷ്ടി വീണ്ടും അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി നൽകണമെന്നൊരാവശ്യം കൂടി ഇവർ വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. അരുണിമ. ശരി, കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവതരിപ്പിച്ച മൈം ഷോ തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ അധ്യാപകരെ സംരക്ഷിച്ചുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.